നമസ്കാരം. ശ്രീ കെ എം ഷാജഹാൻ, CPM കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട്, അതായത് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം വലിയൊരു നിർണായകമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. താഴെ തട്ടിൽ മുതൽ തന്നെ പിണറായിക്കെതിരെ ശക്തമായ വിമർശനം ഉയർന്നു വരുന്നു. അതൊരു ഭാഗത്ത്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇതാ കണ്ണൂരിലെ, അതായത് മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സെക്രട്ടറിയുടെയും LDF കൺവീനറായ ജയരാജന്റെ ഒക്കെ തട്ടകമായ കണ്ണൂരിൽ CPM-നകത്ത് ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. അതും P. ജയരാജനെതിരെയാണ് ആ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ജയരാജന്മാരൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, പലതരത്തിലും മുൾമുനയിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ P. ജയരാജനെ മുൾമുനയിൽ നിർത്തുന്നതായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളാണ് മനു തോമസ് നടത്തിയിരിക്കുന്നത്. ഈ മനു തോമസിന്റെ വെളിപ്പെടുത്തലിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള സത്യസന്ധത കാണുന്നുണ്ടോ ഷാജഹാൻ? എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രതിസന്ധി P. ജയരാജൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയം അവസാനിക്കുന്നതിലേക്ക് എത്തിയാൽ പോലും അത്ഭുതമില്ല എന്നാണ് എനിക്ക് ഈ പ്രതിസന്ധിയെ കുറിച്ചിട്ട് പ്രാഥമികമായി സൂചിപ്പിക്കാനുള്ളത്. അത് അത്രയേറെ ഗൗരവമുള്ള ഒരു പ്രതിസന്ധിയായിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ ഈ മനു തോമസുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഞാനതിനെ ആദ്യമായി വളരെ വ്യത്യസ്തതയോടുകൂടി സമീപിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ CPM-ന്റെ ഏറ്റവും വലിയ ചുവന്ന കോട്ടയായിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ ഒരു ജില്ലാ കമ്മിറ്റി അംഗം തന്റെ രാഷ്ട്രീയ പ്രവർത്തനം മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഒരു സംഭവം കണ്ണൂർ ജില്ലയിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പലരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു നേതാവ് തനിക്ക് മടുത്തു, തനിക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണ്ട എന്ന് പറഞ്ഞ് സ്വയം രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഒരു സംഭവം ഇതിനു മുമ്പ് നടന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മനു തോമസ് പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ നേതാവിനെ കുറിച്ചിട്ട് നല്ലത് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അവിടുത്തെ ഈ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ നിന്ന് വരുന്ന ഒരു നേതാവാണ്. DYFയുടെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയായിരുന്നു, ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്നു, വലിയ പ്രായമൊന്നുമില്ലാത്ത ഒരാളുമായി അയാൾ രാഷ്ട്രീയം അവസാനിപ്പിച്ചു. രാഷ്ട്രീയം അവസാനിപ്പിച്ചപ്പോൾ അയാൾ ഉയർത്തിയ വിഷയം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വിഷയം എന്ന് പറയുന്നത്, ബ്രോഡ്ലി നമ്മൾ നോക്കിയാൽ CPM എന്ന് പറഞ്ഞ പാർട്ടിയെ കൊട്ടേഷൻ സംഘങ്ങളും സ്വർണ്ണക്കള്ളക്കടത്തുകാരും സ്വർണ്ണക്കള്ളക്കടത്ത് പൊട്ടിക്കുന്നവരും ലഹരി മാഫിയയും ഒക്കെ ഉൾപ്പെടുന്ന സ്വാർത്ഥ നിക്ഷിപ്ത താല്പര്യക്കാർ കണ്ണൂരിലെ പാർട്ടിയെ വിഴുങ്ങുന്നു എന്നുള്ള ഒരു അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ മനു തോമസ് ദീർഘകാലമായി പാർട്ടിയിൽ ഉയർത്തിയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഞാൻ ഒരു നിറ്റിഗ്രിറ്റീസിലേക്ക് ഞാൻ പോകുന്നില്ല. ഷാജർ എന്ന് പറഞ്ഞിട്ടുള്ള DYFയുടെ ജില്ലാ നേതാവ്, പ്രസിഡന്റോ, അയാൾക്കെതിരെ ഇയാൾ പരാതി കൊടുത്തു. അയാൾ ഇവരെ സംരക്ഷിക്കുകയാണെന്നുള്ള നിലയിൽ അയാൾ പറഞ്ഞു. അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പാർട്ടിക്ക് പരാതി കൊടുത്തു. പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി കൊടുത്തു. പക്ഷെ അവിടെ നിന്നൊന്നും അനുകൂലമായിട്ടുള്ള തീരുമാനം വന്നില്ലെന്ന് മാത്രമല്ല, ഷാജർ എന്ന് പറഞ്ഞിട്ടുള്ള ഇയാൾ ആരോപണം ഉന്നയിച്ച ഈ നേതാവിനെ യുവജന കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ. ഈ ഷാജർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ നേതാവ് ഈ പറഞ്ഞ പോലെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നവർ, അത് പൊട്ടിക്കുന്നവര്, അവരുമായിട്ട് കൊളിയൂടി ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മനു തോമസ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ സമയങ്ങളിലെല്ലാം അയാളെ തടസ്സപ്പെടുത്തുന്ന നിലപാടെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് P. ജയരാജനാണ് എന്നുള്ളത് ഇന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അയാൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അയാളുടെ അധികാര പരിധിയിലല്ലാത്ത മേഖലയിൽ പോലും ഇടപെട്ടുകൊണ്ട് ഈ മനു തോമസിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനാണ് അയാൾ നോക്കിയത് എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മനു തോമസ് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിയതിനു ശേഷം അയാൾ ചില കാര്യങ്ങൾ പറഞ്ഞു. അയാൾ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. അയാൾ ഈ കൊട്ടേഷൻ സംഘമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങളിലൊന്നും അയാൾ P. ജയരാജനെ കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല. പക്ഷെ P. ജയരാജൻ എന്ത് സംഭവിച്ചു? പൊടുന്നനെ ഫേസ്ബുക്കിൽ വന്നിട്ട് അതിരൂക്ഷമായ വിമർശനങ്ങൾ ഇയാൾക്കെതിരെ ഉയർത്തി. അപ്പൊ നമ്മൾ ആലോചിച്ചുകൊണ്ട് വിചാരിക്കുന്നത്, പാർട്ടി അവിടെ വൗച്ച് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? പാർട്ടിക്ക് കൊട്ടേഷൻ സംഘങ്ങള്, സ്വർണ്ണക്കള്ളക്കടത്തുകാരെ, ഈ പറഞ്ഞ പോലെ ഈ ആകാശ് ചില്ലങ്കേരി അല്ലെങ്കിൽ അർജുൻ ആയങ്കി, ഇവരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല എന്നും അവർക്കെതിരെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണെന്നും ആണല്ലോ MP ജയരാജൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു.
പക്ഷേ ഈ പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയായി മനു തോമസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അയാൾ പി ജയരാജനെ കുറിച്ച് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. പി ജയരാജന്റെ മകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് നടത്തണം എന്നുള്ള കാര്യം പറഞ്ഞു. പി ജയരാജൻ ഇടപെട്ടുകൊണ്ട് ഒരു പാറമടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഏരിയ സെക്രട്ടറിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പറഞ്ഞു. പി ജയരാജൻ പാർട്ടി ഗ്രൂപ്പ് ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു. അപ്പോൾ പി ജയരാജനെതിരെ ഇയാൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നതോടുകൂടി എന്താ സംഭവിച്ചത്? ഈ സൈബർ കടന്നൽ സംഘങ്ങൾ ഇളകിയെന്ന് മാത്രമല്ല, ആകാശ് തില്ലങ്കേരി എന്ന് പറഞ്ഞ ആള് പിന്നെ ഇയാൾക്കെതിരെ വന്നു. ആർക്കെതിരെ? പി ജയരാജനെതിരെ വന്നു. ആരാണ് ആകാശ് തില്ലങ്കേരി? ആകാശ് തില്ലങ്കേരി ഈ പറഞ്ഞ പോലെ എടയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷൊഹൈബ് എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അരിഞ്ഞെരിഞ്ഞു കൊന്ന കേസിൽ ജയിലിൽ ശിക്ഷ പ്രതിയായി കിടക്കുന്ന ആളാണ് ആകാശ് തില്ലങ്കേരി. അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, സ്വർണ്ണക്കള്ളക്കടത്ത് പൊട്ടിക്കുന്ന സംഘത്തിന്റെ നേതാവാണ് അർജുനായെങ്കിൽ. ടി പി ചന്ദ്രശേഖരൻ കേസിൽ കുറ്റവാളിയായി ജയിലിൽ കിടക്കുന്ന ആളാണ് മുഹമ്മദ് ഷാഫി. അതുപോലെ തന്നെ പോരാളി ഷാജി. ഇവരെല്ലാവരും തന്നെ പി ജയരാജനെ പിന്തുണച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വരികയും മനു ജോസഫിനെതിരെ ഭീഷണി മുഴക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ആരുടെ താല്പര്യമാണ് പി ജയരാജൻ സംരക്ഷിക്കുന്നതെന്നും ആരെയാണ് പി ജയരാജൻ സംരക്ഷിക്കുന്നതെന്നും വളരെ വ്യക്തമായി നമുക്ക് ബോധ്യമായിട്ടുണ്ട്. ഇത് പി ജയരാജന്റെ വരും രാഷ്ട്രീയത്തിലെ മുന്നോട്ട് പോക്കില് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. എനിക്ക് അറിയേണ്ട വേറൊരു കാര്യം, അതായത് മനു തോമസിന്റെ ഈ വെളിപ്പെടുത്തലിലൂടെ ഒരുപക്ഷെ CPM-ന്റെ ഈ ഇപ്പോഴത്തെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാം. പക്ഷെ പി ജയരാജന്റെ കാര്യം നോക്കുമ്പോൾ മറ്റ് രണ്ട് ജയരാജാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തനായിട്ടാണ് നിൽക്കുന്നത്. അദ്ദേഹം പാർട്ടിക്ക് പലപ്പോഴും ഒരു ബലിയാടായി മാറുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ മക്കൾക്കൊന്നും തന്നെ വലിയ പ്രൊഫൈലൊന്നുമില്ല. മറ്റുള്ളവരുടെ മക്കളൊക്കെ ഏതെങ്കിലും തരത്തിലൊക്കെ ബിസിനസ്സിലും അതായത് പഠിച്ചും ഒക്കെ വിദേശങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഇത് നാട്ടില് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുള്ളതാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ അവിടെ പോയിട്ടുള്ള ഒരു നമ്മളെ പോലുള്ള ഒരു സാധാരണ വീട്, അതിലും വളരെ ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ അത്ര ശരിയാകുമെന്ന് തോന്നുന്നു. അല്ല, പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അത് 100% ശരിയല്ല എന്നുള്ളത് ഇപ്പൊ പരസ്യമായി കഴിഞ്ഞു. പി ജയരാജന്റെ മക്കള് വലിയ വീട് വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം വന്നു കഴിഞ്ഞു. പി ജയരാജന്റെ മക്കൾക്ക് വിദേശത്ത് ബിസിനസ് താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് വന്നു കഴിഞ്ഞു. അപ്പൊ പി ജയരാജന്റെ ഈ ഒരു അടിസ്ഥാന വർഗ സ്വഭാവ പ്രചരണം ഉണ്ടല്ലോ, അത് പാടെ പൊട്ടിക്കഴിഞ്ഞു. വലിയ സാമ്പത്തിക താല്പര്യം അയാൾക്കുണ്ട് എന്നുള്ള കാര്യം ഇപ്പൊ പുറത്ത് വന്നു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ പി ജയരാജൻ ഒന്നും സമ്പാദിക്കാത്തവരാണ് എന്നുള്ള വാദഗതികൾ നിലനിൽക്കുന്നതല്ല എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു കാര്യം എന്താണ്? ഇന്ന് മനു ജോസഫ് പറഞ്ഞെന്താ? ഇന്ന് മനു ജോസഫ് അർത്ഥസംഖ്യക്കിടയില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അയാൾ പറഞ്ഞത് റെഡ് ആർമി എന്ന് പറഞ്ഞ സാമൂഹ്യ മാധ്യമത്തിൽ ഉള്ള സംവിധാനം അത് പി ജയരാജന് വേണ്ടി അയാളുടെ മകൻ വിദേശത്തിൽ നടത്തുന്നതാണെന്നുള്ളത് ഇന്ന് മനു തോമസ് പറഞ്ഞു. പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കി. രണ്ട്, മനു തോമസ് പറഞ്ഞൊരു കാര്യം എന്താണ്? ഈ സ്വർണം പൊട്ടിക്കൽ സംഘം, സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾ ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പി ജയരാജന്റെ മകനാണെന്ന് അയാൾ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു. ഈ സ്വർണം പൊട്ടിക്കൽ സംഘം എന്ന് പറഞ്ഞാൽ ഈ വഴിയെ പോകുന്നവരുടെ സ്വർണം പിടിച്ചു പറിക്കുന്ന സംഘത്തിന്റെ അല്ല അങ്ങനെയല്ല. അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കും. ഇപ്പൊ ഒരു കിലോ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നതിന്റെ ഭാഗമായി ഇപ്പൊ കണ്ണൂർ എയർപോർട്ടിൽ സ്വർണ്ണക്കള്ളക്കടത്ത് ഒരു കിലോ സ്വർണം വന്നു. ആ സ്വർണം എത്തേണ്ടടുത്ത് എത്തിക്കാൻ നടക്കുന്ന ശ്രമത്തിനിടയിൽ അത് പൊട്ടിച്ചോണ്ട് പോകും വേറൊരു ചില സംഘങ്ങൾ. അതിനാണ് ഈ സ്വർണം പൊട്ടിക്കൽ സംഘം എന്ന് പറയുന്നത്. കള്ളക്കടത്ത് പൊട്ടിക്കൽ. അതിന്റെ നേതാവാണ് അർജുനായെങ്കിൽ. സ്വർണ്ണ കള്ളക്കടത്തിന്റെ നേതാവാണ് പിന്നെ ആകാശ് തില്ലങ്കേരി. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിമിനലാണ് മുഹമ്മദ് ഷാഫി. അപ്പൊ ഇവരുടെ എല്ലാം സംരക്ഷകൻ പി ജയരാജനായിരുന്നുവെന്നും പി ജയരാജന് ബിസിനസ് സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പി ജയരാജന്റെ മകൻ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളായിരുന്നുവെന്നും സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് ജയരാജന്റെ മകൻ എന്നുള്ളതും ഒക്കെ തന്നെ ഇന്ന് മനു ജോസഫ് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, ഈ വിവാദം ഇത്രയേറെ കത്തിപ്പടർന്നിട്ടും CPM-മായി ദീർഘകാല ബന്ധമുണ്ടായിരുന്ന മനു ജോസഫ് എന്ന് പറഞ്ഞ നേതാവ് ഇത്രയും കാര്യങ്ങൾ പരസ്യമായി പുറത്തു പറഞ്ഞിട്ടും CPM-ന്റെ ഔദ്യോഗിക നേതൃത്വം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്നീ നിമിഷം വരെ അർത്ഥഗർഭമായ മൗനം പാലിക്കുകയാണ്. അവർ യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടിയിരുന്നത്? അവർ വന്നിട്ട് പി ജയരാജനെതിരെ ഈ പറയുന്ന മുഴുവൻ അടിസ്ഥാനരഹിതമാണ്, പി ജയരാജനെതിരെ നടക്കുന്ന കള്ളപ്രചരണമാണ്, അതുകൊണ്ട് ഇതൊന്നും പാർട്ടി മുഖവിലേക്ക് എടുക്കുന്നില്ല, പാർട്ടിക്ക് ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പി ജയരാജന് ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയേണ്ടതായിരുന്നു. അത് ഇതുവരെ പാർട്ടി പറഞ്ഞിട്ടില്ല.
അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പി ജയരാജനെതിരായി പാർട്ടി ഇതാ നീങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. പി ജയരാജൻ പകുതി ഇപ്പൊ കയ്യാലെ പുറത്താണെന്നുള്ളത് നമുക്കറിയാം. 8 വർഷം ജില്ലാ സെക്രട്ടറി ആയിരുന്നു, അവിടുന്ന് മാറ്റി വടകര തെരഞ്ഞെടുപ്പിൽ നിർത്തും. വടകര തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞപ്പോൾ ജില്ലാ സെക്രട്ടറി സ്ഥാനം കൊടുത്തില്ല. അതിനുശേഷം ശോഭന ജോർജ് ഇരുന്ന ഒരു സ്ഥാനത്താണ് ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാനായിട്ട് കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. അതെ. അപ്പം ഈ പി ജയരാജനെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികളുമായി പദ്ധതികളുമായി CPM മുന്നോട്ട് പോവുകയായിരുന്നു. അതിന് ഇപ്പോഴത്തെ ഈ സംഭവവികാസങ്ങൾ കൂടുതൽ ഊർജം നൽകിയിരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട. EP ജയരാജന്റെ കാര്യം പറഞ്ഞതുപോലെ പി ജയരാജന്റെ കാലാവധിയും പാർട്ടിയിൽ ഏതാണ്ട് അവസാനിക്കാൻ പോകുന്നു എന്നു തന്നെ വേണം നമ്മൾ വിലയിരുത്താൻ. പാർട്ടിയിൽ ഇപ്പൊ നടക്കാൻ പോകുന്ന ഈ തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായി EP ജയരാജന്റെ തല ഉരുളുന്നതോടൊപ്പം പി ജയരാജന്റെ തലയും ഉരുളാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് എന്നാണ് ഇതുവരെ നടന്ന സംഭവവികാസങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഷാജഹാൻ, ഇപ്പോഴത്തെ സാഹചര്യത്തില് പാർട്ടി പി ജയരാജനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം പാർട്ടി തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. പിണറായി വിജയന്റെ കാര്യം തന്നെ നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാകുമെന്ന് തോന്നുന്നു? ഇല്ല, അത്തരത്തിലുള്ള നീക്കം എടുക്കാതിരിക്കാൻ വിചാരിച്ചാൽ കഴിയില്ല. കാരണം എന്താണെന്നറിയോ, രാവിലെ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു മുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ, ലോകത്ത് ഒരു സ്ഥലത്തും ഒരു പാർട്ടി ഇതുപോലെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെയും സ്വർണം പൊട്ടിക്കുന്നവരുടെയും ഈ ലഹരി മാഫിയയ്ക്കും ഒക്കെ പൂർണ്ണമായി കീഴടങ്ങിയ ഒരു സംഭവം ലോകത്ത് ഒരിടത്തും ഉണ്ടായി കാണില്ല എന്നാണ് എന്നോട് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള എൻ്റെ സുഹൃത്ത് പറഞ്ഞത്. അതായത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വ്യതിയാനങ്ങള്, നയവ്യതിയാനങ്ങള്, ഇതൊക്കെ പല പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉണ്ടായിട്ട്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഇത്തരത്തിലുള്ള സ്ഥാപിത താല്പര്യക്കാരുടെ നിയന്ത്രണത്തിലേക്ക് പൂർണ്ണമായി പാർട്ടി എന്ന് വീണ് കഴിഞ്ഞു. ആകാശ് തില്ലങ്കേരിയെ നിലയ്ക്ക് നിർത്താൻ CPM കഴിയുന്നില്ല. അർജുൻ ആയങ്കിയെ നിലയ്ക്ക് നിർത്താൻ CPM കഴിയുന്നില്ല. മുഹമ്മദ് ഷാഫിയെ നിലനിർത്താൻ CPM കഴിയുന്നില്ല. പോരാളി ഷാജിയെ നിലനിർത്താൻ CPM കഴിയുന്നില്ല. അപ്പൊ അവരുടെ എല്ലാം നിയന്ത്രണത്തിലേക്ക് ഈ പാർട്ടി ചെന്ന് വീണിരിക്കുന്നു. അവരുടെ എല്ലാം നിയന്ത്രണത്തിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടുവന്ന് ചാടിച്ചത് ആരാണ്? പി ജയരാജൻ എന്ന് പറഞ്ഞ ഒരൊറ്റ ആളാണ്. അതായത് 2012 TP ചന്ദ്രശേഖരനെ കൊല്ലാൻ വേണ്ടി CPMകാർ ക്രിമിനലുകളുടെ സഹായം മേടിച്ചു തുടങ്ങിയ സമയം മുതലാണ് ഇത്തരം സ്വാർത്ഥ താല്പര്യക്കാർ ഈ പാർട്ടിയിലേക്ക് വരാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ പിന്നീട് എന്താ സംഭവിച്ചത്? RSSകാരുമായിട്ട് ഒരു ധാരണയായതിനെ തുടർന്ന് ഈ കൊലപാതക രാഷ്ട്രീയം പിന്നീട് അവസാനിച്ചു. കൊലപാതക രാഷ്ട്രീയം പിന്നീട് അവസാനിച്ചെങ്കിലും ഈ ക്രിമിനലുകൾ CPMന്റെ നിയന്ത്രണത്തിലായി. അപ്പൊ ഈ ക്രിമിനലുകൾ CPM നിയന്ത്രണത്തിലായി. കൊലപാതക രാഷ്ട്രീയം ഒന്നും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം വന്നുകൂടി എന്ത് സംഭവിച്ചു? അവരെ പിന്നെ ചെല്ലും ചെലവും കൊടുത്ത് പോറ്റി വളർത്തേണ്ട സ്ഥിതി പാർട്ടിക്കുണ്ടായി. അങ്ങനെ ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? അവരെ പി ജയരാജൻ ഇതുപോലുള്ള അധാർമികമായിട്ടുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരോട് പ്രവർത്തിച്ചോളാൻ പി ജയരാജൻ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ആ സ്വാതന്ത്ര്യം കൊടുത്തതിന്റെ ഭാഗമായി കണ്ണൂർ പാർട്ടിയെ ഇത്തരം സ്വർണ്ണക്കള്ളക്കടത്തുകാരും സ്വർണം കള്ളക്കടത്ത് പൊട്ടിക്കുന്നവരും വിഴുങ്ങിയിരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ആ പാർട്ടി എത്തിയിരിക്കുന്നത്. അതിനെ നേതൃത്വം കൊടുക്കുന്ന അവരുടെ സംരക്ഷകനായിട്ടുള്ള ആളാണ് പി ജയരാജൻ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ആ മാറിയ സാഹചര്യത്തിൽ ഇനി പി ജയരാജനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കണ്ണൂരിലെ പാർട്ടിക്ക് 1 ഇഞ്ച് പോലും പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ തെളിവാണ് മനു തോമസിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ. അയാൾ ഇപ്പൊ തന്നെ പല പല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അയാൾ ഇനിയും കാര്യങ്ങൾ പറയും എന്നാണ് പറഞ്ഞത്. അതിലൊന്ന് ഞാൻ കേട്ടത്, കണ്ണൂർ ജില്ലയിൽ എന്തോ എടക്കോടെന്നും കണ്ടു പറഞ്ഞ സ്ഥലത്ത് ഒരു പാറമട പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. ആ പാറമടയുടെ പ്രവർത്തനത്തിനെതിരെ അവിടെ CPMന്റെ നേതൃത്വത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ പി ജയരാജൻ ഇടപെട്ടുകൊണ്ട് അവിടുത്തെ ഏരിയ സെക്രട്ടറിയെ മാറ്റി എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലായി എന്ന് മാത്രമല്ല, ഈ ആകാശ് തില്ലങ്കേരിക്കും ഈ അർജുൻ ആയങ്കിക്കുമൊക്കെ എതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ കണ്ണൂർ പാർട്ടിയിൽ ഉയർന്നു വരുന്ന സമയത്തും അവരെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാടാണ് പി ജയരാജൻ എടുത്തിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായും പി ജയരാജനെ വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പാർട്ടി പരിപൂർണമായും ഒറ്റപ്പെടും എന്നുള്ള നിലയിലേക്ക് പോകും എന്നുള്ള നില വന്നു കഴിഞ്ഞു. എന്നാൽ പി ജയരാജൻ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ ശൈലജയൊക്കെ ആയിട്ടുള്ള ബന്ധമൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പിണറായി വിരുദ്ധതയിൽ ഊന്നിക്കൊണ്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷെ അതിന് CPMന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മനു തോമസിന്റെ ഇനി വരാൻ പോകുന്ന വെളിപ്പെടുത്തലുകൾ
പി ജയരാജന്റെ നിലനിൽപ്പിനെ അതിഭീകരമായി അതിഗുരുതരമായി ബാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ മനു തോമസിന്റെ ഈ വെളിപ്പെടുത്തലിന് പിന്നിൽ പാർട്ടിക്കകത്ത് തന്നെ ആരെങ്കിലും പിന്നിലുണ്ടാകാം അല്ലെ? കാരണം പി ജയരാജനെതിരെ സംസ്ഥാന കമ്മിറ്റിയിൽ ആരോപണം ഉന്നയിച്ചത് ആരാണ്? പി ജയരാജനാണല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഒരു പകരം വീട്ടൽ ആയിരിക്കാനുള്ള സാധ്യതയെ തള്ളിക്കളയാൻ പറ്റില്ല. അല്ല, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അഭ്യൂഹങ്ങൾ പറയാം. പക്ഷേ ഞാൻ ഈ മനു തോമസിന്റെ സംസാരങ്ങളെല്ലാം വീക്ഷിച്ചതിൽ നിന്ന് ഞാൻ നടത്തുന്ന ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് അയാൾ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അയാളെ പി ജയരാജനെതിരായി വേറൊരു നിക്ഷിപ്ത താല്പര്യക്കാരൻ മനു തോമസിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കണ്ണൂർ പാർട്ടിക്കകത്തുള്ള പാർട്ടി നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പിന്തുണ മനു തോമസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പാർട്ടി നേതൃത്വത്തിന്റെ പരോക്ഷമായിട്ടുള്ള പിന്തുണയും മനു തോമസിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ നിശ്ചിത താല്പര്യക്കാരുടെ സ്വാധീനം അത്ര വലുതാണെന്നുള്ള ബോധ്യം പാർട്ടി നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് പാർട്ടി നേതൃത്വത്തിലുള്ള പാർട്ടി നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പിന്തുണ ഈ മനു തോമസിനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പാർട്ടിയിലെ വേറൊരു നിശ്ചിത താല്പര്യക്കാരുടെ ആയിരിക്കും എന്ന് മനു തോമസിന്റെ സംഭാഷണങ്ങൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. ഈ ഇത്രയും നാള് പിണറായി കേന്ദ്രീകൃതമായ വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം. പക്ഷെ ഈ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ഇതിലോട്ടൊരു വ്യതിചലിക്കുകയാണോ എന്നൊരു സംശയം. അല്ല, അതിന് സംശയം അല്ല, വ്യതിചലിക്കാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. രണ്ട്, പി ജയരാജനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനം ഇപ്പോഴല്ല ഉയർന്നു വരുന്നത്. പി ജയരാജനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നു. ഇപ്പൊ സജീവമായി വന്നെങ്കിലും കണ്ണൂർ ജില്ലയിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ തലതൊട്ടപ്പൻ പി ജയരാജനാണെന്നുള്ള ചർച്ച നേരത്തെ ഉണ്ട്. ഞാൻ തന്നെ വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. പാർട്ടി ചെയ്യിപ്പിച്ചിട്ടുള്ളത് അല്ല, ആണെങ്കിൽ പോലും അക്രമ രാഷ്ട്രീയത്തിന് വേണ്ടി ഒരു സെറ്റ് ആളുകളെ സംഘടിപ്പിച്ച് അവരുടെ അപ്പോസ്തലനായി മാറാൻ പി ജയരാജൻ നടത്തുന്ന ശ്രമമുണ്ട്. ഇപ്പം ഷുക്കൂർ വധക്കേസിൽ പി ജയരാജൻ പ്രതിയാണ്. അതുപോലെ തന്നെ വേറൊരു കതിരൂർ മനോജ് വധക്കേസുണ്ട്, അതിന് പ്രതിയാണ്. മനസ്സിലായോ? അപ്പം ജയരാജൻ എന്താണ് ചെയ്തത്? ജയരാജന്റെ സമീപനം എന്ന് പറയുന്നത് RSSകാരനും സംഘപരിവാർക്കും എതിരായിട്ടുള്ള അക്രമ രാഷ്ട്രീയത്തിലൂടെയാണ് കണ്ണൂരിലെ പാർട്ടിയെ വളർത്തേണ്ടത് എന്നുള്ള ഒരു താല്പര്യക്കാരനാണ് പി ജയരാജൻ. അതിനകത്ത് വലിയ തോതിലുള്ള അഭിപ്രായവ്യത്യാസങ്ങൾ കണ്ണൂരിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കണ്ണൂരിലെ പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിസ്ഥാനത്ത് നിന്നിരുന്ന ഒരാളാണ് പി ജയരാജൻ. അപ്പൊ അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ താല്പര്യങ്ങൾക്ക് പിണറായി വിജയനെതിരായിട്ടുള്ള സമരം ഈ പാർട്ടിയിൽ നടക്കുന്നതോടൊപ്പം തന്നെ പി ജയരാജനെതിരായിട്ടുള്ള സമരവും സജീവമായി നടക്കും എന്നുള്ളത് അതിയാരും സംശയമില്ല. അതിൽ മനു തോമസിന്റെ ഇടപെടലുകൾ ഇത്തരത്തിലുള്ള ക്രിമിനൽ അക്രമ രാഷ്ട്രീയത്തിന് CPM എടുക്കുന്ന സമീപനത്തിനെതിരായിട്ടുള്ള ഒരു മാറ്റത്തിനും കൂടെ അത് ഇടയാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇതുവരെയുള്ള കാര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പാർട്ടി എല്ലാം കൊണ്ടും സമ്മർദ്ദത്തിലേക്ക് പോവുകയാണ്, രണ്ട് കാര്യങ്ങൾ കൊണ്ടും. അല്ല, അതിന് സംശയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് ഈ പാർട്ടി ചെന്ന് വീഴുന്നത്. ഇപ്പൊ ആകാശ് ചില്ലങ്കേരി എന്ന് പറഞ്ഞ ആളുടെ സ്വാധീനത്തിലേക്ക് പാർട്ടി പോകുന്നു, അർജുനായങ്കി എന്ന് പറഞ്ഞ ആളുടെ സ്വാധീനത്തിലേക്ക് പാർട്ടി പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഈ പാർട്ടി നടന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായും ഈ നിലയിലുള്ള പൊട്ടിത്തെറികൾ സ്വാഭാവികമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഇതെങ്ങനെ എത്തും എന്ന് നന്നായി പര്യവസാനിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത് ചില പോസിറ്റീവ് വശങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്.